ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കാര്യം, രാവിലെ എഴുന്നേറ്റ് ഈ പറയുന്ന ഒരു ശിവവിദ്യ ചെയ്താൽ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരും. ശിവഭഗവാൻ, ഇത് ശിവഭഗവാന്റെ ഏറ്റവും മഹത്തായ ഒരു വിദ്യയാണ്. ഇത് ചെയ്യുന്ന ഏതൊരാളും അവരുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരും എന്ന് മാത്രമല്ല, എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തരുമെന്നുള്ളതാണ്. ഇത് ഏറ്റവും ശക്തിയുള്ള ഒരു ശിവവിദ്യയാണ്, മഹത്തായ ഒരു ശിവവിദ്യയാണ്. ഇത് വേറെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരികയില്ല. ഇത് ഭഗവാനെ എനിക്ക് നൽകിയ ഒരു നിയോഗമാണ് ഈ ശിവവിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളത്. ഇത് ആര് ചെയ്യുന്നോ ആരുമായിക്കോട്ടെ, പാവപ്പെട്ടവനോ പണക്കാരനോ, ഏത് തരത്തിലുള്ള പുണ്യം ചെയ്തവനോ പാപം ചെയ്തവനോ, ഏത് തരത്തിലുള്ള വ്യക്തിയുമായിക്കോട്ടെ, ഈ ശിവവിദ്യ ചെയ്യുന്നവർക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി വരും. ഞാൻ സത്യമായിട്ട് പറയുന്നു, ഭഗവാൻ എല്ലാ കാര്യങ്ങളും അവരുടെ നടത്തി കൊടുക്കും. എല്ലാം ഭഗവാൻ നടത്തി കൊടുക്കും. നിങ്ങൾ ചെയ്തു നോക്കുക. മാത്രമല്ല, എല്ലാ ആഗ്രഹങ്ങളും ഒന്നും പറയണ്ട, എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു കൊടുക്കും. അപ്പോൾ ഈ വിദ്യ ചെയ്യേണ്ട ഒരു സമയമുണ്ട്, ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്, ഒരു മന്ത്രമുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എവിടെ ഇരുന്നും, ലോകത്തിൻ്റെ ഏതു ഭാഗത്തിരുന്നും ഏതൊരാൾക്കും ഈ ശിവവിദ്യ ചെയ്യാം. ശിവൻ എന്ന് പറഞ്ഞാൽ സത്യബോധമാണ്, ഉള്ളിലുള്ള ആ നന്മയാണ്. ഇത് ആർക്കും ചെയ്യാം. ഭഗവാനെ ആർക്കും, ഇത് ചെയ്യുന്ന ആരോ അവരിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ഇത് സത്യമാണ്. ഏറ്റവും മഹത്തായ ശിവവിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാനീ പറയുന്ന ഈ വിദ്യ ചെയ്ത് സ്വന്തമായി സ്ഥലവും വീടും ഇല്ലാതിരുന്നവർ സ്ഥലവും വീടും വാങ്ങി അവർക്ക് നല്ല തൊഴിലൊക്കെ കിട്ടിയതായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു വിശദമായിട്ട് നിങ്ങൾക്കെല്ലാം ആ ശിവവിദ്യ പറഞ്ഞു തന്നേക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചു. അങ്ങനെയാണ് ഈ ശിവവിദ്യ പറഞ്ഞു തരുന്നത്. ഇതെല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. ഇതെൻ്റെ ജീവിതം തന്നെ. ഈ ശിവവിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ആ ജീവിത ഉദ്ദേശം, എന്തിനാണോ ഈ ഭൂമിയിലേക്ക് വന്നത്, ആ ജീവിത ഉദ്ദേശം സഫലമാകുകയാണ്. എൻ്റെ ജന്മം സഫലമാകുകയാണ്. ഇതുപോലെയുള്ള ശിവരഹസ്യങ്ങളെ, ശിവനെക്കുറിച്ച് പറയുക, അതിനാണ് ഈ ഭൂമിയിലേക്ക് ഞാൻ വന്നത് തന്നെ. എൻ്റെ ജന്മം സഫലമാകുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യയാണ് പറഞ്ഞു തരുന്നത്. എത്ര തപസ്സു ചെയ്താലും, എത്ര വർഷങ്ങൾ ജനിച്ചു മരിച്ചാലും കിട്ടാത്ത വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് ചെയ്തതിൻ്റെ ഒരു പ്രത്യേകത, എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇത് വേറെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. അത് എൻ്റെ നിയോഗമാണ്, ഭഗവാൻ എനിക്ക് നൽകിയ നിയോഗമാണ്. ഇത് കാണുന്നവരെല്ലാം, ആരൊക്കെ കാണുമെന്ന് എനിക്കറിയത്തില്ല, കാണുന്നവരെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഒന്നുമില്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളിൽ നിങ്ങളുടെ കൈ കൊണ്ട് ഒരാൾക്കെങ്കിലും ഭക്ഷണം കൊടുത്ത് അല്ലെങ്കിൽ ഒരു നന്മയെങ്കിലും ചെയ്തിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാണിത് കാണുന്നവരല്ല. എൻ്റെയോ നിങ്ങളുടെയോ കഴിവല്ല. ഇതറിയുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ ഭഗവാന്റെ അനുഗ്രഹം വളരെ ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ്. ശിവഭഗവാന്റെ വളരെ ലളിതമായ കാര്യമാണ്. പക്ഷേ ഇത് കിട്ടാൻ മുൻജന്മ പുണ്യം വേണം, അല്ലാതെ കിട്ടത്തില്ല. അപ്പം ഭഗവാന്റെ ശിവപാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട്, എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട്, ഓരോ ശ്വാസവും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട്, ഭഗവാൻ എനിക്ക് നൽകിയ ഈ നിമിഷം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞു തരികയാണ്. അതിനു മുമ്പ് ഭഗവാനെ ഞാനൊന്ന് സ്മരിക്കുകയാണ്. സ്മരിച്ചിട്ട് ഞാൻ ആ വിദ്യ പറഞ്ഞുതരാം. ഓം നമ ശിവായ. ശിവശിവ എങ്കില തീവിണയാളർ, ശിവശിവ என்றிடா தீவினையுமாலும், ശിവശിവ என்றிடா തേവരുമാവർ, ശിവശിവ എന്ന ശിവഗതിതാനെ. ഓം നമ ശിവായ. ഭഗവാനെ ഒന്ന് സ്മരിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരികയാണ്. ഇത് മുഴുവൻ കേൾക്കണം. നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ, ഇത് ചെയ്യുന്ന ആ നിമിഷം മുതൽ മാറുകയാണ്. നിങ്ങൾ ഭഗവാനെ അറിയുകയാണ്. യഥാർത്ഥ വിദ്യയാണ് ഞാൻ തരുന്നത്, സത്യസന്ധമായ വിദ്യയാണ് തരുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ ഭഗവാനെ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതിനപ്പുറത്തൊരു കാര്യമില്ല, ഇതിനപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല, യാതൊന്നുമില്ല. ഇത് അൾട്ടിമേറ്റായിട്ടുള്ള, ഇത് സെനത്തായിട്ടുള്ള വിദ്യയാണ്. അപ്പോൾ ഇത് ഭഗവാനോട് തന്നെ നന്ദി പറയുക. നിങ്ങൾക്ക് അറിയാൻ സാധിച്ചതിലും ഇത് ചെയ്യുന്ന സാധിച്ചതിലും എല്ലാം ഭഗവാനോട് നന്ദി പറയുക. ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം.
എൻ്റെ ജ്ഞാനം, എൻ്റെ അറിവ്, എൻ്റെ ജീവിത നിയോഗം, ഭഗവാൻ എനിക്ക് നൽകിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ സന്തോഷത്തോടെ. ഇതാര് ചെയ്യുന്നോ അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. ശിവോഹം. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക, തയ്യാറായിക്കൊള്ളുക. ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ചെവികൾ കൂർപ്പിച്ച്, കണ്ണുകൾ വളരെ ശ്രദ്ധയോടുകൂടി, മനസ്സ് ജാഗ്രതയോടുകൂടി കേട്ടുകൊള്ളുക. നിങ്ങളുടെ ഏറ്റവും ജീവിതത്തിൽ ധന്യമായൊരു നിമിഷമാണ്, ഏറ്റവും ജീവിതത്തിലെ പുണ്യം ചെയ്തൊരു നിമിഷമാണ് ഈ കാര്യം അറിയുന്നത്. അത് ഭഗവാൻ നിങ്ങളിലേക്ക് ഭഗവാൻ വരുന്ന ഒരു നിമിഷമാണ്. ഈ വിദ്യ ചെയ്യുന്ന നിമിഷം മുതൽ ഇതറിയുന്ന നിമിഷവും പുണ്യ നിമിഷം തന്നെയാണ്. ശിവോഹം, ശിവോഹം. അത് ഭഗവാനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, ഭഗവാനെ ഞാൻ നിങ്ങൾക്ക് അനുഭവത്തിലൂടെ തരികയാണ്. ശിവോഹം. രാവിലെ 5:30 എഴുന്നേൽക്കണം. കിടക്കപ്പായി ഇരുന്നു കൊണ്ട് നിങ്ങൾ പടിഞ്ഞാട്ട് തന്നെ ഇരുന്ന്, അത് ഏത് ദിക്കിലോട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല, പടിഞ്ഞാട്ടിരിക്കുക കേട്ടോ. വടക്കോട്ടിരിക്കണം നിർബന്ധമൊന്നുമില്ല, പടിഞ്ഞാട്ടിരിക്കുക. ഇനി വടക്കോട്ടിരിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതായത് കിടക്കപ്പായി ഇരുന്നു കൊണ്ട് എഴുന്നേറ്റ്, നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു 5:30 ആയപ്പോൾ അലാം വെച്ച് എഴുന്നേക്കണം. 5:30 ആകുമ്പോൾ നിങ്ങൾ കിടക്കപ്പായി നിന്ന് എഴുന്നേറ്റു വടക്കോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, കൂടുതൽ ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടാണ് വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നതെന്ന് ഭഗവാനെ ചില കാര്യങ്ങളുണ്ട് ഈ വടക്ക് ദിക്കിനെ കുറിച്ച്. അപ്പം നിങ്ങളുടെ താപത്രയങ്ങൾ, നിങ്ങളെ പാപങ്ങളെല്ലാം ശമിക്കും വടക്ക് ദിക്കിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിരവധി വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, അത് ആവശ്യമുള്ളവർ പുറകോട്ട് പോയി കാണുക. അപ്പം വടക്കോട്ട് നോക്കിയിരുന്ന് ഭഗവാനെ നിങ്ങൾ ഇങ്ങനെ മാത്രം ചെയ്താൽ മതി. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക, കണ്ണുകൾ അടച്ച് ഇനിയും പടിഞ്ഞാട്ട് നോക്കിയിരുന്ന് ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഏത് ദിക്കിലോട്ട് നോക്കിയിരുന്ന് ചെയ്യാം, ഒരു കുഴപ്പമില്ല. വടക്ക് ദിക്കായിരിക്കണമെന്ന് നിർബന്ധമില്ല, വടക്ക് ദിക്കായിരിക്കണമെന്ന് ഏത് ദിക്കിലോട്ട് നോക്കിയിരുന്ന് ചെയ്യാം. ഞാൻ ചെയ്യുന്ന പടിഞ്ഞാട്ട് നോക്കിയാണ് കേട്ടോ ഇത് ഈ വിദ്യ. അപ്പം നിങ്ങൾ പടിഞ്ഞാട്ട് നോക്കിയിരുന്ന് ചെയ്യാം, വടക്കോട്ട് നോക്കിയിരുന്ന് ചെയ്യാം, കിഴക്കോട്ട് നോക്കിയിരുന്ന് ചെയ്യാം, തെക്കോട്ട് നോക്കിയിരുന്ന് ചെയ്താലും ശിവവിദ്യ ഏറ്റവും നല്ലത് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിനകത്തൊരു കൺഫ്യൂഷൻ വേണ്ട. പടിഞ്ഞാട്ട് നോക്കിയിരുന്നാണേലും ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കണ്ണുകൾ അടയ്ക്കുക, കണ്ണുകൾ അടച്ച് മനസ്സിൽ ശിവായ നമ, ശിവായ നമ, ശിവായ നമ 1 മിനിറ്റ് ജപിക്കുക. മനസ്സിൽ കണ്ണുകൾ അടച്ച് ശിവായ നമ എന്ന് 1 മിനിറ്റ് ജപിക്കണം. ഈ ശിവായ എന്നുള്ളത് അല്പം നീട്ടി ജപിക്കുകയാണെങ്കിൽ നല്ലതാണ്. ശിവായ നമ, ശിവായ നമ, ശിവായ നമ. ശിവായ എന്നുള്ളത് അല്പം നീട്ടി ജപിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി അല്ല, ശിവായ നമ എന്നാണ് നിങ്ങൾ ജപിക്കുന്നത്, നീട്ടാതാണേലും ഒരു കുഴപ്പമില്ല, ഫലം ലഭിക്കും കേട്ടോ. അതിൻ്റെ അകത്തൊന്നും ഒരു സംശയം, ഈ പറഞ്ഞു തരുന്നതിനകത്തൊരു സംശയത്തിൻ്റെ കാര്യമില്ല. സംശയമില്ലാതെ വ്യക്തമായിട്ട് ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ, ഒരു സംശയത്തിൻ്റെ കാര്യമില്ല. അപ്പോൾ ശിവായ നമ എന്ന് മനസ്സിൽ നീട്ടി ജപിക്കുക. ഓം വേണ്ട, ഓം വേണ്ടെന്ന് പറഞ്ഞാൽ ഓം വേണ്ട, അതിനപ്പുറം ഇപ്പുറം ഒന്നുമില്ല. ആ ഒരു ഗുരുസ്ഥാനത്തുള്ള ഒരാൾ പറഞ്ഞു തന്നാൽ അതിനകത്ത് ചോദ്യമില്ല, പറച്ചിലുമില്ല. ഓം വേണ്ട, വെറും ശിവായ നമ ജപിച്ചാൽ മതി. മനസ്സിൽ 1 മിനിറ്റ് ജപിക്കുക. 1 മിനിറ്റ് എന്നുള്ളത് വെച്ചാൽ കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ അകത്ത് സമയമല്ല, നമ്മളൊരു ഏകദേശം സമയം കണക്കാക്കിയാൽ മതി. ഭഗവാൻ മാത്രമേ മനസ്സിൽ കാണാവുള്ളൂ. മനസ്സിൽ സമയമായോ എന്ന ചിന്തയല്ല വേണ്ടത്, ശിവൻ മാത്രമേ മനസ്സിൽ കാണാവുള്ളൂ. ഈ 1 മിനിറ്റ് എന്നുള്ളത് കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു ഏകദേശം 1 മിനിറ്റ് ശിവായ നമ എന്ന് കണ്ണടച്ച് ഭഗവാനെ പൂർണ്ണ മനസ്സോടെ, നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം, അതാണ് അതിനകത്തെ കാര്യം. ശിവായ നമ ജപിക്കുക. ഇനി ശ്രദ്ധിച്ചു കേട്ടു, ഇത് നിങ്ങളുടെ ജന്മാനുജന്മ പുണ്യമാണ് ഇതറിയാൻ പോകുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ രഹസ്യമായ ഭഗവാനെ തന്നെ അറിയുന്ന, ഭഗവാന്റെ തന്നെ ഏറ്റവും വിദ്യയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങളുടെ സഹസ്രാരം എന്ന് വെച്ചാൽ ഉച്ചി കേട്ടോ, സംശയമൊന്നും വേണ്ട, ഉച്ചി. ഈ ഉച്ചിയിൽ കണ്ണടച്ച് മനസ്സുകൊണ്ട് നിങ്ങളിവിടെ ശ്രദ്ധിക്കണം. കണ്ണ് തുറന്ന് നോക്കുകയൊന്നും വേണ്ട, മനസ്സുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ച്, ഈ ഉച്ചിയുടെ ഈ ഭാഗത്ത് ശ്രദ്ധിച്ചാൽ മതി. ശിവായ നമ എന്ന് ഇവിടെ ശ്രദ്ധിച്ച് ജപിക്കുക മനസ്സിൽ. 1 മിനിറ്റ് ശിവായ നമ വെറുതെ കണ്ണടച്ച് ജപിച്ച് കഴിഞ്ഞ ശേഷം വേണം നിങ്ങൾ ഉച്ചിയിൽ
ശ്രദ്ധിച്ചുകൊണ്ട് ശിവായ നമ മനസ്സിൽ ജപിക്കുക. ജപിച്ചു കഴിഞ്ഞാൽ ഒരു നീലപ്രകാശം, അത് ശിവൻ തന്നെയാണെന്ന് സങ്കല്പിക്കുക. അത് ഈ ഉച്ചയ്ക്ക് മുകളിൽ ആ ഒരു നീലപ്രകാശം ഉള്ളതായിട്ട് സങ്കല്പിക്കുക. അത് ശിവനാണെന്ന് വിചാരിക്കുക, ആ നീലപ്രകാശം. അങ്ങനെ ശിവായ നമ മനസ്സിൽ അല്പനേരം ജപിക്കുക. 1/2 മിനിറ്റോ 1 മിനിറ്റോ ഒക്കെ മതി, കൂടുതൽ നേരമൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്പനേരം, ഒരുപാട് നേരം ജപിക്കേണ്ട, ഒരു 1/2 മിനിറ്റോ 1 മിനിറ്റോ ഒക്കെ ജപിച്ചാൽ മതി. സമയം കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും കുഴപ്പമില്ല. ജപിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക ശിവഭഗവാനോട് കണ്ണടച്ച് തന്നെ. ഏറ്റവും വലിയ വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പരമേശ്വര, ആ ഒരു വിളിയിൽ തന്നെ ഉണ്ട് ഈ ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ, സകല എനർജികളും സമസ്ത സൂക്ഷ്മ വിദ്യകളും ആ പരമേശ്വരൻ എന്ന് വിളിക്കുന്നതിനകത്തെല്ലാം ഉണ്ട്. ശിവൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ളൊരു സംഭവം പറഞ്ഞു തരുന്നത്. പരമേശ്വര, ഇന്നേ ദിവസം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഭഗവാൻ നടത്തിത്തരണേ. എനിക്ക് ജീവിക്കാൻ ആവശ്യമായ ധനവും സമ്പത്തും സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ എനിക്ക് നൽകണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. എന്നിട്ട് ഭഗവാനെ അങ്ങ് നൽകിയ എല്ലാ സമ്പത്തിനും ഐശ്വര്യങ്ങൾക്കും മഹത്തായ ഐശ്വര്യങ്ങൾക്കും ഭഗവാനെ അങ്ങേക്ക് നന്ദി 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 എന്ന് മനസ്സിൽ പറഞ്ഞു. അപ്പോൾ അപ്പോഴെല്ലാം ഇവിടെ ഒരു നീലപ്രകാശ ശിവനാണെന്ന് സങ്കല്പിച്ച് വേണം ഇത് പ്രാർത്ഥിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ നൽകിയ എല്ലാത്തിനും, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയതിനും, നിങ്ങൾക്ക് ഭഗവാനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ദിവസവും നിങ്ങൾക്ക് വലിയ വലിയ ഐശ്വര്യങ്ങൾ നൽകി തുടങ്ങും. ഭഗവാൻ നൽകിയ എല്ലാ ഐശ്വര്യങ്ങൾക്കും ഭഗവാനോട് അവസാനം ഇങ്ങനെ 3 പ്രാവശ്യം ഭഗവാനെ പരമേശ്വര എന്ന് വിളിക്കണം കേട്ടോ. ഇവിടെ ശിവ എന്നല്ല വിളിക്കുന്നത്, പരമേശ്വര. ഇവിടെ നീലപ്രകാശം ധ്യാനിച്ച് കണ്ണടച്ച് ഭഗവാനെ പരമേശ്വര, എല്ലാത്തിനും നന്ദി, അങ്ങ് നൽകിയ എല്ലാ ഐശ്വര്യങ്ങൾക്കും ധനവും സമ്പത്തും സർവ്വ ഐശ്വര്യങ്ങൾക്കും നന്ദി 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 എന്ന് 3 പ്രാവശ്യം മനസ്സിൽ പറയാം. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് സന്തോഷത്തോടെ കണ്ണു തുറക്കുക. അച്ചട്ടെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തൊരു സംഭവമില്ല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അന്നേ ദിവസം ഭഗവാന്റെ ഒരു ഇടപെടൽ ഉണ്ടാകും. ഇത് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഞാനതാ പറഞ്ഞു, എൻ്റെ ജീവിതം ഈ നിമിഷം ഇത് ഇങ്ങനെയുള്ള ശിവകാര്യങ്ങൾ പറഞ്ഞു തരാൻ തന്നെയാണ് ഈ ഭൂമിയിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ജീവിതം, എൻ്റെ ജന്മ ഉദ്ദേശം ഇവിടെ സഫലമാവുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഇത് ചെയ്യുമ്പോൾ എൻ്റെ ജീവിത ഉദ്ദേശം ഇവിടെ സഫലമായി, ധന്യമായി. ഈ നിമിഷം ഈ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തന്നെയാണ് എൻ്റെ ജീവിത നിയോഗം. ഇത് പൂർണ്ണ സന്തോഷത്തോടെ, പൂർണ്ണ പ്രാർത്ഥനയോടെ ശിവഭഗവാന്റെ പാദങ്ങൾ സ്മരിച്ച് തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഇവിടെ ഞാനില്ല, എൻ്റെ യാതൊന്നും കഴിവുകളുമില്ല, എല്ലാം ഭഗവാന്റെ പാദത്തിൽ തന്നെ സ്മരിച്ചുകൊണ്ടാണ് ഈ വിദ്യ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ ഇത് ഓരോ ദിവസവും രാവിലെ ഈ 5:30 കിടക്കപ്പായി ഇരുന്നുകൊണ്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരും. നിങ്ങളുടെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തരും. ഞാൻ പറഞ്ഞല്ലോ, ഞാനീ പറഞ്ഞത് ചെയ്തവർക്ക്, വാടകയ്ക്ക് താമസിക്കുന്ന വീടില്ലാത്തവർക്ക് വീടും സ്ഥലവും വാങ്ങാൻ സാധിച്ചു. നല്ല ഒരു കുഴപ്പമില്ലാത്ത ജോലി കിട്ടി. അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഇപ്പോൾ അവർ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. അപ്പോൾ അവർ മെസ്സേജ് ചെയ്തപ്പോൾ നിങ്ങൾക്കൂടെ അത് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ മെസ്സേജ് ഇപ്പോഴും കിടപ്പുണ്ട് വാട്സപ്പിൽ. അപ്പോൾ എത്ര വലിയ കാര്യമാണ്, ഞാൻ തന്നെ പറഞ്ഞ ഈ കാര്യമാണ് അവർ ചെയ്ത് അവർക്ക്. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നെല്ലാം ഭഗവാൻ നൽകും. നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങളൊന്നും അവിടെ ഭഗവാനോട് എനിക്ക് അത് വേണം ഇത് വേണമെന്നൊന്നും ആവശ്യപ്പെടേണ്ട. ഈ രീതിയിൽ പ്രാർത്ഥിക്കണം, ഞാനീ പറഞ്ഞ രീതിയിൽ. അതായത് കണ്ണടച്ച് ഇവിടെ നീലപ്രകാശം ഈ ഉച്ചയിൽ ധ്യാനിച്ച് സങ്കല്പിച്ചാൽ മതി. ഭഗവാനെ പരമേശ്വര എന്ന് തന്നെ വിളിക്കണം കേട്ടോ. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും, ഇന്നത്തെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം, ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ ഭംഗിയായി നടത്തി തരണേ. എല്ലാത്തിലും ഭഗവാന്റെ ഒരു ഇടപെടൽ ഉണ്ടാകണമേ. എനിക്ക് ധനവും സമ്പത്തും ഐശ്വര്യവും ജീവിക്കാൻ ആവശ്യമായ, അങ്ങനെ പറയണം, ഈ പ്രാർത്ഥന ഞാൻ പറയുന്ന രീതിയിൽ പറയണം. എനിക്ക് ജീവിക്കാൻ ആവശ്യമായ സന്തോഷവും സമ്പത്തും ഐശ്വര്യവും മഹത്തായ ഐശ്വര്യങ്ങളും എല്ലാം ഭഗവാനെ നൽകണം. അതിനുശേഷം എനിക്ക് സമ്പത്തും ഐശ്വര്യവും എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ പരമേശ്വര, അവിടത്തേക്ക് നന്ദി 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 3 പ്രാവശ്യം നന്ദി എന്ന് പറയുക മനസ്സിൽ. ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന. അതിനു മുമ്പ് 1 മിനിറ്റ് കണ്ണടച്ച് ഒന്നും ചിന്തിക്കാതെ തന്നെ
ശിവായ നമ്മൾ ജപിച്ചിട്ട് വേണം ഈ വിദ്യ ചെയ്യാൻ. അപ്പോൾ ഇത് കിടക്കപ്പായിരുന്നുകൊണ്ട് ചെയ്യാം. ഇത് ചെയ്താൽ ഇതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇത് ചെയ്താൽ മറ്റു പ്രാർത്ഥനകളൊന്നും ചെയ്യണമെന്നില്ല. കിടക്കപ്പായിരുന്നുകൊണ്ട് ഇനി അത് ചെയ്യുന്നവർക്ക് അതും ചെയ്യാം. ആദ്യം ഇത് ചെയ്യണം കേട്ടോ. എന്നിട്ട് മറ്റേ ഇനിയും വേറെ പ്രാർത്ഥനകൾ നിങ്ങൾ കിടക്കപ്പായ ഇത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്തിട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ 1-2 മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിൻ്റെ രഹസ്യം പറഞ്ഞുതരാം. ടെൻഷൻ മാറും. നല്ലത് മാത്രമേ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. അതൊരു വലിയ കാര്യമാണ്. നല്ലത് മാത്രം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരാപത്തിൽ പോയി നിങ്ങൾ ചാടത്തില്ല. നിങ്ങളെ ആരും എങ്ങും ചതിക്കത്തില്ല, നിങ്ങളെ കബളിപ്പിക്കത്തില്ല. നിങ്ങൾ എല്ലായിടത്തുനിന്നും നിങ്ങളെ ഭഗവാൻ സംരക്ഷിക്കും. നിങ്ങളൊരു വലിയ പ്രശ്നങ്ങളിലൊന്നും പോയി ചാടത്തില്ല. ഭഗവാൻ എപ്പോഴും ഭഗവാനിൻ്റെ ഒരു ഇടപെടലുണ്ടാകും. ഈ വിദ്യയുടെ രഹസ്യം എപ്പോഴും ഭഗവാനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എപ്പോഴും ഇത് ഏറ്റവും മഹത്തായ വിദ്യയാണ് ഈ പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിത ഉദ്ദേശം തന്നെ ഇവിടെ ധന്യമാകുകയാണ്, ഇവിടെ സഫലമാകുകയാണ്. ഞാൻ ജനിച്ചതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അത്ര വലിയ വിദ്യയായി പറഞ്ഞു തരുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകും. നിങ്ങൾ എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് കർമ്മദോഷമുണ്ടെങ്കിലും അതെല്ലാം ഭഗവാൻ നിങ്ങളുടെ മാറ്റിത്തന്ന് നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം, ഈശ്വരനെ അറിയും. ശിവശിവ എങ്കിലർ തീവിണയാളർ ശിവശിവ എന്നിട തീവിണയുമാലും ശിവശിവ എന്നിട തേവരുമാവർ ശിവശിവ എന്ന ശിവഗതീതാനെ. ഭഗവാനെ നിങ്ങൾ അറിയും. ഭഗവാന്റെ മഹത്തായ ആ ഒരു അനുഗ്രഹം നിങ്ങൾ അറിയും. ഭഗവാനെ നിങ്ങൾ അറിയും. സത്യത്തെ നിങ്ങൾ അറിയും. നിങ്ങൾ അതിൻ്റെയൊക്കെ പുറകെ നടന്ന് ജീവിതം വെറുതെ കളയാതെ സത്യത്തെ നിങ്ങൾ അറിയും. യഥാർത്ഥത്തിലുള്ള സത്യത്തെ അറിയും. ശിവനെ അറിയും. നിങ്ങൾ ആ പരമമായ ചൈതന്യത്തെ അറിയും. നിങ്ങൾ സത്യവിദ്യ അറിയും. ഇത് സത്യവിദ്യയാണ്. സത്യവിദ്യയാണ് ഈ പറഞ്ഞത്. എത്ര ജന്മങ്ങൾ, ആയിരക്കണക്കിന് ജന്മങ്ങൾ തപസ്സു ചെയ്താലോ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ വായിച്ചാലോ, ആയിരക്കണക്കിന് അറിവ് നേടിയാലോ ഇത് കിട്ടത്തില്ല. ഇത് കിട്ടത്തില്ല. അറിവ് കിട്ടും, അനുഭവം കിട്ടും, അല്ലെങ്കിൽ ജന്മങ്ങളിൽ പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ശിവനെ അറിയാൻ ഇത് കിട്ടാൻ ഇത് ഇപ്രകാരം ചെയ്താൽ മതി. ഇത് ഭഗവാന്റെ വൈഭവമാണ്. ഭഗവാന്റെ വൈഭവം കൊണ്ടാണ് നിങ്ങൾ അറിയുന്നതും ഞാനിത് പറയാൻ സാധിക്കുന്നതും. ഭഗവാന്റെ വൈഭവമാണ്, പരമേശ്വരൻ്റെ മഹത്വമാണ്. പരമേശ്വര എന്ന ഒരൊറ്റ വിളിയിൽ ഈ പ്രപഞ്ചം മുഴുവനുണ്ട്. സമസ്ത ജീവജാലങ്ങളുമുണ്ട്, സമസ്ത ചൈതന്യവുമുണ്ട്, ജനിമൃതികളുണ്ട്, എല്ലാമുണ്ട്. പരബ്രഹ്മമാണ് പരമേശ്വര. ഇത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള, ഇത് സെനത്തായിട്ടുള്ള പവറാണ്. അതിനപ്പുറമൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു യഥാർത്ഥ സത്യവിദ്യയാണ്, ശിവവിദ്യയാണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇനി ഇതിൻ്റെ രഹസ്യങ്ങളിലേക്ക് വരാം. പുലർക്കാലെ എഴുന്നേറ്റാണ് ഇത് ചെയ്യേണ്ടത്. 5:30. എന്തുകൊണ്ട് 5:30 എഴുന്നേക്കാൻ പറഞ്ഞു? ഇന്ന് 6:30 എഴുന്നേക്കാൻ പറയാൻ വയ്യ, 7:30 എഴുന്നേക്കാൻ പറയാൻ വയ്യ, ഇല്ല 8 മണിക്ക് എഴുന്നേക്കാൻ പറയാൻ വയ്യ. 5:30 എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു? എ പോയിന്റ് ഓഫ് ടൈം. ക്ലിയർ ആയിട്ടാണ് പറയാം. എന്തുകൊണ്ടൊരു പോയിന്റ് ഓഫ് ടൈം ഞാൻ പറഞ്ഞു? ഒരു കൃത്യ ടൈം ഞാൻ പറഞ്ഞു. 5:30. അതിൽ കാര്യമുണ്ട്. 5:30 എന്നുള്ളത് സൂര്യോദയത്തിന് മുമ്പുള്ള സമയമാണ്. സൂര്യോദയം ഏകദേശം ഒരു 6:30 ഒക്കെ ശരാശരി ആണെങ്കിലും അതിന് ഏകദേശം 1 മണിക്കൂർ മുമ്പുള്ള ഒരു ടൈമാണ്. ആ 1 മണിക്കൂർ മുമ്പിന് വളരെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല, ഈ 5:30 ആ ഒരു സമയത്ത് പക്ഷികൾ, പ്രകൃതി ഒക്കെ ഉണരുന്ന ഒരു സമയമാണ്. ഉണർവിലേക്ക്, സൂര്യോദയത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഉണർവിലേക്ക്, പ്രപഞ്ചം ഉണർവിലേക്ക്, ആ പ്രകൃതി ഉണർവിലേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ ആ ഉണർവിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോധം, നമ്മുടെ ഉള്ളിലുള്ള ബോധം പ്രപഞ്ചബോധവുമായി കണക്റ്റഡാണ്. അപ്പോൾ പ്രപഞ്ചം, ആ പ്രകൃതി ഒരു ഉണർവിലേക്ക് വരുമ്പോൾ നമ്മൾ ഉറങ്ങുകയാണെങ്കിലും നമ്മുടെ ഉള്ളിലൊരു ഒരു ബോധവുമായിട്ട് കണക്റ്റാണ്. അപ്പം നമ്മൾ എഴുന്നേറ്റിരുന്ന് ആ ഉണർവിലേക്ക് നമ്മളും അതിൻ്റെ ഭാഗമാകുമ്പോൾ ഈ ഉള്ളിലുള്ള ഈശ്വരബോധം ആ പ്രപഞ്ചബോധവുമായി കൂടുതൽ ആക്ടിവേറ്റ് ആകും, കണക്റ്റ് ആകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു ഈശ്വര ബോധം അല്ലെങ്കിൽ ഒരു അനുഭവം ഉണ്ടാകാൻ പറ്റിയ സമയമാണ് ഈ 5:30 എന്നുള്ളത്. അപ്പോൾ പക്ഷികൾ ഉണരുന്ന സമയം, പ്രകൃതി ഉണരുന്ന സമയം. അപ്പോൾ ആ ബോധം നിങ്ങളുടെ ബോധവുമായി ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റായ ആ പ്രാപഞ്ചിക ബോധവും നിങ്ങളുടെ ബോധവുമായി ഒരു കണക്ഷൻ ഉണ്ടാകും.
അപ്പം പ്രാപഞ്ചിക ബോധവുമായി പ്രപഞ്ചബോധവുമായി ആ ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ ഒരു ശുദ്ധീകരണം നടക്കുന്നത്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബോധത്തിലൊക്കെ ആ ഒരു പ്രകൃതിയുടെ ആ ഒരു ബോധം വരുമ്പോഴാണ് ഒരു ശുദ്ധീകരണം, ഒരു എനർജി പ്യൂരിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒരു ശാന്തി, സമാധാനം ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ ഒരു ഈശ്വരബോധം ശരിയായ രീതിയിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതായത് ഉണർവിൻ്റെ സമയം നമ്മുടെ ബോധത്തിലെ, നമ്മുടെ ബ്രെയിനിലൊക്കെ ആ ഉണർവുണ്ടാകുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ ചൈതന്യത്തെ, നമ്മുടെ ആ ബോധത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അത് വേറൊരു സമയവും കിട്ടത്തില്ല. അത് വേറൊരു സമയവും, അതായത് ഈ ഉണർവിൻ്റെ ആ ഉദയത്തിൻ്റെ മുമ്പുള്ള ഈ പ്രകൃതി ഉണരുന്ന സമയത്ത് കിട്ടുന്ന അനുഭവം വേറെ ഏതൊരു സമയത്തും ഈ വിദ്യ ചെയ്താലോ ഏത് വിദ്യ ചെയ്താലോ കിട്ടത്തില്ല. അതുകൊണ്ടാണ് പോയിൻ്റ് ഓഫ് ടൈം 5:30. അതുകൊണ്ടാണ് അലാം വെച്ച് എഴുന്നേക്കണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനിയും ഈ വിദ്യയുടെ രഹസ്യം എന്താണ്? ഈ വിദ്യ ശിവനെ നമ്മൾ എനർജിയായിട്ടാണ് സങ്കല്പിക്കുന്നത്, രൂപത്തിലല്ല. ശിവലിംഗമായിട്ടോ രൂപത്തിലോ ഒന്നുമല്ല. ശിവനെ ഒരു നീലപ്രകാശമായി ഇവിടെ സഹസ്രാരത്തിൽ സങ്കല്പിക്കുന്നു. എനർജിയാണ്, പ്രകാശമായിട്ടാണ്. അപ്പം എനർജി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ സൂക്ഷ്മാവസ്ഥയിൽ എനർജിയാണ്. എല്ലാ വസ്തുക്കളും സൂക്ഷ്മാവസ്ഥയിലേക്ക്, ഡീപ്പിലേക്ക് പോയാൽ അത് എനർജിയാണ്. ഈ എനർജികളെല്ലാം കണക്റ്റഡ് ആണ്. എനർജിക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട്. ഫ്രീക്വൻസി, വൈബ്രേഷൻ, ഇതൊക്കെ എനർജിയുടെ സ്വഭാവമാണ്. അപ്പോൾ ഈ എനർജി ആയിട്ട് ഭഗവാനെ ചിന്തിക്കുമ്പോൾ ഈ എനർജി പ്രപഞ്ചം മുഴുവൻ എനർജിയാണ്. അപ്പോൾ നമുക്ക് ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവിക ചൈതന്യവുമായിട്ടാണ് നമ്മൾ കണക്റ്റ് ആകുന്നത്. ഭഗവാനെ രൂപത്തിലല്ല. രൂപത്തിൽ ചിന്തിക്കുമ്പോൾ അതിന് അതിൻ്റേതായ പരിമിതികളും അത് ലിമിറ്റഡാണ്. പക്ഷേ എനർജി എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് ആ ലോകം. എനർജി എല്ലായിടത്തും വ്യാപിക്കുന്നതാണ്. രൂപം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ആ ഒരു രൂപത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കും. എനർജിയിലേക്ക് മനസ്സ് വരുമ്പം മനസ്സ് സൂക്ഷ്മമാവുകയും ആ സൂക്ഷ്മമായ മനസ്സ് സകല ചരാചരങ്ങളിലും വ്യാപരിക്കാനും ആ ഒരു വലിയ ബോധത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. എൻ്റെ രഹസ്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇത് ആരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല. ശ്രദ്ധിച്ചു കേട്ടോണം. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു, ചെവികൾ കൂർപ്പിച്ചിരിക്കുക, കണ്ണുകൾ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചിരിക്കുക, മനസ്സ് ജാഗ്രതയിലേക്ക് ഷാർപ്പായിട്ട്, മനസ്സ് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. മനസ്സെ നീ ശ്രദ്ധിക്കൂ, ജാഗ്രതയിലിരിക്കൂ. എന്നിട്ട് വേണം ഇത് മനസ്സിലാക്കാൻ. സൂക്ഷ്മവിദ്യയായി പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വിദ്യയുടെ രഹസ്യമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി. ഞാൻ ഈ രഹസ്യം കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. ഇനിയും ഈ സഹസ്രാരത്തിൽ എന്തുകൊണ്ട് ശിവനെ ധ്യാനിച്ചു? പ്രകാശം, നീലപ്രകാശമായിട്ട് സഹസ്രാരത്തിന് ഉച്ചി, സഹസ്രാരത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഈ സഹസ്രാരത്തിലൂടെയാണ് എനർജി, പുറം ലോകത്തുള്ള എനർജി നിങ്ങളിലേക്ക് കണക്റ്റായി ചക്രാസിലേക്ക് വ്യാപരിക്കുന്നത്. ഈ സഹസ്രാരത്തിലേക്കാണ് ആ പ്രപഞ്ചത്തിൽ നിന്നുള്ള സൂക്ഷ്മ ശക്തികൾ. നമ്മളിപ്പം ശിവനെ വിളിച്ചാലും ശൈവസിദ്ധന്മാരെ വിളിച്ചാലും സൂക്ഷ്മരൂപികൾ, സൂക്ഷ്മശക്തികളുമായിട്ടൊരു കണക്ഷൻ വരുന്നത് ഈ സഹസ്രാരത്തിലൂടെയാണ്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഇച്ചിലൂടെ സൂക്ഷ്മമായ വിദ്യയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ശിവനെ സഹസ്രാരത്തിൽ നീലപ്രകാശമായി ധ്യാനിച്ചത്. നീലപ്രകാശമായിട്ടാണ് ധ്യാനിച്ചത്. അപ്പം ഭഗവാനുമായിട്ട് നിങ്ങൾ ഒറ്റ പ്രാവശ്യം രാവിലെ ഇത് ചെയ്താൽ മതി, എപ്പോഴും ചെയ്യണ്ട. ഒരു പ്രാവശ്യം രാവിലെ ചെയ്താൽ തന്നെ എപ്പോഴും ഭഗവാനായിട്ട് കണക്ടിവിറ്റി നിങ്ങൾക്കുണ്ടായിരിക്കും. നിത്യേന ചെയ്തു പോന്നാൽ നിങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി തീരും. നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഭഗവാന്റെ ഒരു കവചമുണ്ടാകും, ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും, സംരക്ഷണമുണ്ടാകും, സഹായമുണ്ടാകും. നിങ്ങളുടെ എല്ലാ മനോകാമനകളും അങ്ങോട്ട് പറയാതെ തന്നെ ഭഗവാൻ നടത്തി തരും. ഞാൻ സത്യമായിട്ടാണ് പറയുന്നത്. ഒരുപാട് അനുഭവമുണ്ട്. ഒരുപാട് പേരുടെ ജീവിതം മാറിയ കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, വാടകയ്ക്ക് താമസിക്കൊന്നുമില്ലാത്ത അവർ വീട് സ്ഥലവും വാങ്ങി, അതുപോലെ തന്നെ അവർക്ക് പുതിയ ഒരു ഉയർന്ന ജോലി, നല്ല ജോലിയിലേക്ക്, സാധാരണ സാമ്പത്തികത്തിൽ നിന്ന് ഒരു മെച്ചമായ സാമ്പത്തികത്തിലേക്ക് മാറി. ഒരു വലിയ സംഭവമാണത്. ഈ ഒരു വിദ്യ ചെയ്തതാണ്. അപ്പം ഇതൊരു ചെറിയ കാര്യം മാത്രമല്ല, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകും. എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ നടത്തി തരും. എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരും. നിങ്ങൾ ഒരു ആപത്തിൽ പോയി ചാടത്തില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്നാണെന്നറിയോ? മനുഷ്യന് അവന് എത്ര ബുദ്ധിമാനാണെങ്കിൽ പോലും എപ്പോഴും മറ്റുള്ളവർ, അവനെക്കാട്ടിലും ബുദ്ധിയുള്ളവർ ഒരു വല വിരിച്ചാൽ അതിൻ്റെ അകത്ത് പോയി ചാടാൻ മിക്കവാറും ചാടും. അതായത് അവന് അതിൽ ഇപ്പം
നമ്മളെക്കാട്ടും ബുദ്ധിയുള്ള ഒരാൾ നമ്മളെ ഒരു 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 ചതിയിൽ അകപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിൽ നിന്ന് മാറണ ഈശ്വരാധീനം വേണം. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി നല്ലതായിട്ട് ഓടിക്കുന്ന മനുഷ്യനാണ്, ശ്രദ്ധയുള്ള മനുഷ്യനാണ്. ഒരു ബോധമില്ലാത്തവനെതിരെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് വേണം? ഈശ്വരാധീനം വേണം. അവിടെ നിങ്ങളുടെ വൈഭവോ നിങ്ങളുടെ ഇൻ്റലിജൻസ് കൊണ്ട് ഒരു കാര്യമില്ല. അവൻ ബോധമില്ലാത്തവനാണെങ്കിൽ അവൻ എങ്ങനെയൊക്കെ ഓടിക്കുന്നത് പറയാൻ പറ്റില്ല. എതിരെ വരുന്നവൻ ബോധമില്ലാത്തവനാണെങ്കിൽ, അല്ലെങ്കിൽ അവന് ഒരു ബോധമില്ലാതെ ഓടിക്കുന്നവനാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അവൻ്റെ വണ്ടി ഇടിച്ച് ചിലപ്പം എന്താ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ ഒരു ഈശ്വരാധീനമാണ്. നമ്മുടെ കഴിവ്, നമ്മുടെ അറിവ് ഒക്കെ അവിടെ ലിമിറ്റഡാണ്. അവിടെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് നമ്മുടെ കഴിവുമൊക്കെ പ്രയോജനപ്പെടാത്ത പല സാഹചര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെയൊക്കെ ഒരു ഈശ്വരൻ്റെ കൈകടത്തൽ, ഈശ്വരൻ്റെ ഇടപെടൽ, ഉന്നതങ്ങളിൽ നിന്ന് വരുന്ന ആ സഹായം, അത്യുന്നതങ്ങളിൽ നിന്ന് വരുന്ന ആ ഈശ്വരൻ്റെ അനുഗ്രഹം അവിടെ ആവശ്യമാണ്. ഇപ്പം ഇത് ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്ന മഹത്തായ വിദ്യയാണ്. ഇത് ആർക്കും ചെയ്യാം. എവരി വൺ ആർക്കും ചെയ്യാം. ലോകത്തിന് ഏത് ഭാഗത്തും ഇരുന്നും ചെയ്യാം. കിടക്കപ്പായിരുന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾ രാവിലെ ഉണർന്നെഴുന്നേക്കുന്ന ബെഡ് ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, അല്ലെ പറഞ്ഞു കൊടുക്കുക. കാരണം എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ, എല്ലാവരും ഭഗവാനെ അറിയട്ടെ, എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഇത് എത്ര ജന്മങ്ങൾ തപസ്സിരുന്നാൽ കിട്ടാത്ത ആ വിദ്യയെ പറഞ്ഞു തരുന്ന ഇത് വേറെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. അത് എൻ്റെ നിയോഗം തന്നെയാണ്. ഭഗവാന്റെ ഒരുപാട് നിയോഗങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു ജീവിതത്തിലെ വലിയ ഒരു ധന്യമായ നിമിഷമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നിങ്ങൾക്ക് ഞാൻ ഒരു രഹസ്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് എന്താണോ അത് ചെയ്താൽ മതി. അതിനപ്പുറത്തൊരു അറിവിലേക്ക് നിങ്ങൾ അല്ല അതിനപ്പുറത്തൊരു ചിന്തയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഞാനതൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഒരുപാട് കാര്യങ്ങൾ അറിയുകയോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയോ ഒരുപാട് അലഞ്ഞു നടന്ന് അറിവ് അന്വേഷിക്കുകയോ ചെയ്യുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. അറിവ് നേടാൻ പറ്റും, പക്ഷെ ആ അറിവല്ല നിങ്ങളെ നിങ്ങളാക്കുന്ന, അല്ലെങ്കിൽ ഈശ്വരാനുഭവം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ശരിയായിട്ടുള്ള കാര്യം അറിയുക, അതിൽ പൂർണ്ണമായി വിശ്വസിക്കുക, അതിൽ ലയിച്ചിരിക്കുക, അത്രയും മതി. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഒരു ഉദാഹരണം പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. രത്നാകരൻ എന്ന ഒരു കാട്ടാളൻ ഉണ്ടായിരുന്നു. ആ കാട്ടാളൻ വനത്തിൽ വസിച്ചിരുന്നു. ഭാര്യയും മക്കളെയും പോറ്റാൻ വേണ്ടി അതുവഴി വരുന്നവരെയെല്ലാം കവർച്ച ചെയ്യുകയും കൊല ചെയ്യുകയും എല്ലാ ശോഭകളും ചെയ്ത് പണമൊക്കെ തട്ടിയെടുത്ത് ഭാര്യയും മക്കളെയാണ് അദ്ദേഹം സംരക്ഷിച്ചിരുന്നത്. ഒരു ദിവസം കുറേ സന്യാസിമാർ, ചുരുക്കിയാണ് പറയുന്നത്, സന്യാസിമാർ അതുവഴി വന്നപ്പോൾ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതി, അതുകൊണ്ട് ഞാൻ ചുരുക്കിയാണ് പറയുന്നത്. സന്യാസിമാർ അതുവഴി വന്നപ്പോൾ അവരെ ബലാത്കാരം ചെയ്യാൻ പോയപ്പോൾ അവർ ഈ കാട്ടാളനോടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നിങ്ങളുടെ ഭാര്യയും മക്കളും അനുഭവിക്കുമോ എന്ന് ചോദിച്ചിട്ട് വാ, ഞങ്ങളിവിടെ നിൽക്കാം, എങ്ങും പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ചെന്ന് ഭാര്യയോട് എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കണം. അപ്പം ഇയാൾ ശരിക്കും ഈ പിടിച്ചു പറിച്ചു എല്ലാം ഭാര്യയും മക്കൾക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനൊരു ബോധോദയം ഉണ്ടാകുകയാണ്. അങ്ങനെ ഈ മഹർഷിമാർ ഇദ്ദേഹത്തിന്, ഈ കാട്ടാളന് ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. രാമ രാമ, അത് ഇപ്രകാരം ആമര ഈമരം എന്നാണ് പറയുന്നത്. ആ കാട്ടാളനായതുകൊണ്ട് അയാൾക്ക് വലിയ അറിവില്ല, അതുകൊണ്ട് ആമരം ഈമരം എന്ന് പറയാൻ ഉപദേശിച്ചു കൊടുത്തു. ആമര ഈമര ആമര ഈമര ആമര ഈമര ആമര ഈമര ആമര ഈമരം, ഇത് രാമ 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 എന്ന് പറയുമ്പം ക്രമേണ രാമരാമ എന്നാകും. ആമര ഈമര ആമര ഈമരം എന്ന്. അപ്പം ഇത് ജപിച്ചോളാൻ പറഞ്ഞു. ഈ ഇദ്ദേഹത്തിന് യാതൊരു, ഈ മഹർഷിമാർ പറഞ്ഞു കൊടുത്ത കാര്യം മാത്രമേ അറിയത്തുള്ളൂ. വേദങ്ങൾ അറിയത്തില്ല, ഉപനിഷത്ത് അറിയത്തില്ല, മന്ത്രങ്ങൾ അറിയത്തില്ല, വേറെ വലിയ വിദ്യകളോ വലിയ ഗുരുവിൻ്റെ ഒന്നും അറിയത്തില്ല. മഹർഷിമാർ പറഞ്ഞു കൊടുത്ത ഈ ആമര ഈമരം, ആമര ഈമരം എന്ന് പറയുമ്പം രാമരാമ എന്നാണ് വരുന്നത്. ആ ഒരു മന്ത്രം ഇദ്ദേഹത്തിന് അറിയത്തുള്ളൂ. ഇദ്ദേഹം കണ്ണടച്ചിരുന്ന് അതിൽ വിശ്വസിച്ച്, ആ മഹർഷിമാർ കൊടുത്ത ആ നാമത്തിൽ വിശ്വസിച്ച് എത്രയോ നാളുകൾ തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്ത് അദ്ദേഹം ആ മന്ത്രത്തിൽ, ആ മന്ത്രബോധത്തിൽ, ആ സത്യബോധത്തിൽ ലയിച്ചു. അപ്പോൾ അവിടെ മറ്ററിവുകൾ വേണ്ട. ലോകം മുഴുവൻ നടന്ന് എല്ലാം പഠിക്കുക, എല്ലാം അറിയുക, അതിലൊന്നും കാര്യമില്ല. അദ്ദേഹം കൊടുത്ത ആ പരമമായ ആ മന്ത്രം, അതിൽ മാത്രം വിശ്വസിച്ചു.
അത് സത്യമാണ് എന്ന പൂർണ്ണ വിശ്വാസത്തിൽ അതിൽ ലയിച്ചു ആ മന്ത്രം ജപിച്ചു. ഉപനിഷത്തുകളോ വേദങ്ങളോ മന്ത്രങ്ങളോ ഇതൊന്നും അവിടെ പഠിക്കേണ്ട കാര്യമില്ല, അറിവിലൊന്നും കാര്യമില്ല, സത്യബോധത്തിലേക്ക് പോകുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ ആ ബോധത്തിൽ, ആ മന്ത്രബോധത്തിൽ ലയിച്ചു കഴിഞ്ഞു. ഇദ്ദേഹത്തിന് ചിതൽ വന്ന് മൂടുകയാണ്. ഇതൊന്നും ഇദ്ദേഹം ബോധം ലയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ചിതൽ പൊട്ടിച്ച് വെളി വരികയാണ്. വാൽമീകങ്ങൾ, ചിതലിന് വാൽമീകം എന്നാണ് പറയുന്നത്, വാൽമീകങ്ങൾ തകർന്ന് ആ വാൽമീകത്തിൽ നിന്നൊരു സന്യാസിയായിട്ട് പുറത്തു വരികയാണ്. ഇദ്ദേഹത്തെ ലോകം കാലം വാൽമീകി എന്ന് വിളിച്ചു. മഹാനായ സന്യാസി, ഋഷിവര്യൻ, ആ മഹത്തായ യോഗി, ആ ഋഷിവര്യൻ, അങ്ങനെ ആ കാട്ടാളനെ വാൽമീകിയാക്കിയത് ആ ഒരു വിദ്യ ചെയ്തതാണ്, ഒരു വിശ്വാസമാണ്. അവിടെ ലോകത്തിലെ മുഴുവൻ അറിവുകളോ മുഴുവൻ ജ്ഞാനങ്ങളോ ഒന്നും വേണ്ട. അങ്ങനെയൊക്കെ ഒരുപാട് അറിവുകളുടെ പുറകെ നടക്കുന്നവരെല്ലാം ഒരിക്കലും ആ പരമമായ ഒരു ഇതിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരിങ്ങനെ അലഞ്ഞിരിഞ്ഞ് അവിടെ ഒറ്റ കാര്യം വിശ്വാസത്തോടെ ചെയ്യുന്നവരാണ് ഈശ്വരനെ, ആ ഈശ്വരബോധത്തിലേക്ക് അല്ലെങ്കിൽ സത്യബോധത്തിലേക്ക് വരുന്നത്. അവിടെ മറ്ററിവിൻ്റെ കാര്യമല്ല, ഞാൻ പറഞ്ഞിരുന്നത് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു, മറ്ററിവുകളുടെ കാര്യമല്ല. അതുപോലെ ഞാനീ പറഞ്ഞു തന്ന ശിവവിദ്യ നിങ്ങൾ അത് പൂർണ്ണമായും വിശ്വസിച്ച് അത് മാത്രം നിരന്തരം രാവിലെ കിടക്കപ്പായിരുന്നുകൊണ്ട് ചെയ്യുക. അതിനപ്പുറത്തൊന്നുമില്ല. അത് മാത്രം മതി. രാവിലെ കിടക്കപ്പായിരുന്നുകൊണ്ട് ചെയ്യുന്ന അത് മാത്രം ചെയ്താലും മതി, വേറൊന്നും ചെയ്യണം. ഇനിയും നിങ്ങൾക്ക് ഇത് ചെയ്തു കഴിഞ്ഞ് നിങ്ങൾക്ക് വേറെ മന്ത്രങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ സമയം ചെയ്തിട്ട് മറ്റേത് അല്പസമയം ചെയ്ത് നിർത്താം. ആദ്യം ഇത് ചെയ്യണം, ശിവവിദ്യ. അങ്ങനെ ചെയ്താലും മതി. കൂടുതൽ സമയം ചെയ്യുമ്പോൾ അത് കൂടുതൽ നമ്മളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കൂടുതൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിൽ കൂടുതൽ മാറ്റം സൃഷ്ടിക്കുന്നത്. ഇപ്പം വാൽമീകി, രത്നാകരൻ ആ രാമരാമ എന്നുള്ള മന്ത്രം കൂടുതൽ തവണ ജപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ബോധമുണ്ടായി വന്നത്. കൂടുതൽ ചെയ്യുക, ഒരു വിദ്യ കൂടുതൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ബലം ഉണ്ടാകുന്നത്. ഒന്നുകിൽ ഒരു വിദ്യ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വിദ്യ മറ്റ് വിദ്യകളേക്കാൾ കൂടുതൽ നേരം ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു രഹസ്യം. അപ്പം ഇത്രയും കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ, ഏറ്റവും ധന്യമായ ഒരു നിമിഷമാണ് ഈ കടന്നുപോയത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. എൻ്റെ ജീവിതം ഇവിടെ ധന്യമാകുകയാണ്, സഫലമാകുകയാണ്. സത്യമായ വിദ്യ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾ എൻ്റെ പുറകെ നടക്കണമെന്നോ, എനിക്ക് ദക്ഷിണ തരണമെന്നോ, എന്നെ നിങ്ങൾ ഗുരുവായി സ്വീകരിക്കണമെന്നോ, എന്നെ നിങ്ങൾ പുകഴ്ത്തിക്കൊണ്ട് നടക്കണമെന്നോ, എനിക്ക് നിങ്ങൾ പണം നൽകണമെന്നോ, എനിക്ക് നിങ്ങൾ ഇൻസ്റ്റാൾമെൻ്റായിട്ട് ഫീസ് നൽകണമെന്നോ, എന്നെ വന്ന് എപ്പോഴും കാണണമെന്നോ, എനിക്ക് ശിഷ്യനായിട്ട് വിധേയപ്പെട്ട് നിൽക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഒന്നും വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് സത്യവിദ്യ. ഞാനെന്ന വ്യക്തി ഇവിടെ ഇല്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഭഗവാനെ മാത്രം ചെയ്താൽ മതി. അല്ലാതെ എൻ്റെ പുറകെ ജീവിതകാലം മുഴുവൻ നടക്കുകയോ, എന്നെ ബഹുമാനിച്ചിരിക്കുകയോ, നിങ്ങളുടെ ജീവിതം എനിക്ക് വേണ്ടി പല കാര്യങ്ങളും, നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി ചിലവാക്കുകയോ ഒന്നും ഞാൻ പറയുന്നില്ല, ഒന്നും ചെയ്യണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങളെ യാതൊരു രീതിയിലും ഞാൻ ചൂഷണം ചെയ്യുന്നില്ല. കാരണം ഇത് സത്യവിദ്യ, സത്യബോധമായി പറഞ്ഞു തന്നെ. നിങ്ങളുടെ യാതൊന്നും എനിക്ക് വേണ്ട, നിങ്ങളിത് ചെയ്താൽ മതി. ഞാൻ ഒന്നിനും വേണ്ടിയല്ല നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. എനിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുതരാം. ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ അങ്ങനെയുള്ള യൂട്യൂബുകളാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ ഞാനിത് പറഞ്ഞു തരുന്നത് ഒന്നിനും വേണ്ടിയല്ല, നിങ്ങളുടെ യാതൊന്നിനും വേണ്ടിയല്ല. നിങ്ങൾ എന്നെ കണ്ടാൽ മിണ്ടുക പോലും ചെയ്യണ്ട, ചിരിക്കുക പോലും ചെയ്യണ്ട. എനിക്ക് സന്തോഷമുള്ളൂ. നിങ്ങൾ ഭഗവാനെ വിശ്വസിച്ച് ചെയ്താൽ മതി. ഞാൻ യാതൊന്നും, കാരണം ഇത് സത്യബോധമാണ്, സത്യവിദ്യയാണ്. അല്ലെ നിങ്ങളോട് പൈസ മേടിച്ചു, നിങ്ങളോട് ദക്ഷിണ മേടിച്ചു, നിങ്ങൾ എന്നെ എപ്പോഴും സേവിച്ച് നിൽക്കാനോ അല്ലെ ഗുരു കളിക്കാനോ ഒന്നും ഞാൻ ഇല്ല എന്നല്ല, ഞാനങ്ങനെ ചെയ്യത്തില്ല. ഞാൻ ആരുമല്ല. കാരണം ഇത് ഭഗവാൻ മാത്രമാണ്, ഭഗവാനെയാണ് നിങ്ങൾ വിചാരിച്ചാൽ മാത്രം മതി. ഇവിടെ യാതൊരു മുതലെടുപ്പുകളുമില്ല. ഞാൻ ഏതൊരു കാര്യം അങ്ങനെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. അല്ലാതെ ഒരാളെ ഞാനിട്ട് വട്ടം കറക്കുകയോ അയാളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയോ എനിക്ക് വേണ്ടി അയാളുടെ സമയം ചിലവഴിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അയാളുടെ ധനം ചിലവഴിക്കുകയോ ഒന്നും ഞാൻ പറയത്തില്ല. കാരണം അതൊരു ആവശ്യമില്ല. അതാണ് സത്യം, അതാണ് സനാതനം. അതിനെയാണ് അറിയുന്നത്. അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്. ദാറ്റ്സ് ഓൾ. ഇതിനപ്പുറത്തൊന്നുമില്ല. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. തിരുമൂലരുടെ
ആ ശിവമന്ത്രം കൂടെ ജപിച്ചിട്ട് നമുക്ക് നിർത്താം. ഈ തിരുമൂലറിൽ ശിവമന്ത്രം ജപിക്കുമ്പോൾ തിരുമൂലറുടെ അനുഗ്രഹം ഉണ്ടാകും കേട്ടോ. അത് വലിയൊരു കാര്യമാണ്. ഓം ശിവായ നമഃ യനവശിമാ മവയന ശിയനമവ വശിമയന. ഓം ശിവായ നമഃ യനവശിമാ മവയന ശിയനമവ വശിമയന. ഓം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രം ന തീർത്ഥം ന വേദം ന യജ്ഞം ന കർമ്മം ന അകർമ്മം ന ജന്മം ന മൃത്യു ന മോക്ഷം അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്തോ ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം. ശിവശിവ എങ്കിലർ തീവിണയാളർ ശിവശിവ என்றடா തീവിണേ മാലു ശിവശിവ என்றடா തേവരുമാവർ ശിവശിവ എന്ന ശിവഗതി താനേ. ധ്യായേ നിത്യം മഹേശം രജതഗിരിഭം ചാരുചന്ദ്രാവതസ്വം രത്നകൽപ്പോജ്വലാംഗം പരിശുമൃഗപരാഭീതിഹസ്തം പ്രസന്നം പത്മാസീനം സമാന്തസ്തുതം അമരഗണൈർവ്യാഘ്രാകൃതി വസാനം വിശ്വാദ്യം വിശ്വവന്ദ്യം നിഖിലഭൈകരം പഞ്ചഭക്തം ത്രിനേത്രം. ഓം നമ ശിവായ. ഭഗവാനിൽ നിന്ന് തുടങ്ങി ഭഗവാനിൽ അവസാനിക്കുന്നുവല്ല. ആ ഭഗവാനെ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. ഇതിനപ്പുറത്തൊരു അറിവില്ല, ഇതിനപ്പുറത്തൊരു ജ്ഞാനമില്ല, ഇതിനപ്പുറത്തൊരു ബോധമില്ല. സത്യബോധമാണ് ശിവബോധം. സത്യമാണ് ശിവൻ, പരമസത്യമാണ് ശിവൻ, പരമവിദ്യയാണ് പറഞ്ഞു തന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ശിവഭഗവാന്റെ പാദങ്ങൾ തന്നെ സ്മരിക്കുന്നു. ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക, എല്ലാവരിലേക്ക് എത്തിക്കുക. എല്ലാവരും ചെയ്യട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ സത്യമുള്ള കാര്യങ്ങളെ അറിയണം. എപ്പോഴും ചുമ്മാ പല കാര്യങ്ങളിലും പുറകെ നടന്ന് ജീവിതം കളയാതെ സത്യത്തെ അറിയണം. സത്യത്തെ അറിഞ്ഞിട്ട് ജീവിതം കടന്നു പോകുമ്പോൾ എപ്പോഴെങ്കിലും സത്യത്തെ അറിയണം. ആ സത്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. സത്യബോധമാണ്, ശിവവിദ്യമാണ്. ആർക്കും ചെയ്യാം, ആർക്കും മനസ്സിൽ നന്മയുള്ള ആർക്കും ചെയ്യാം. ശിവോ ശിവോ ശിവോ.